ഹായ് എവരിവൺ. അങ്ങനെ മാർവലിന്റെ തണ്ടർ ബോൾട്സ് റിലീസായിരിക്കുകയാണ്. ഇത് മാർവലിന്റെ ലേറ്റസ്റ്റ് മൂവി മാത്രമല്ല, വലിയ പ്രതീക്ഷിക്കത്തക്ക ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയാണ് ഇതിനെയൊക്കെ മറികടന്ന് തണ്ടർ ബോൾട്സ് എത്തിയിരിക്കുന്നത്. സോ ഈ മൂവി എങ്ങനെയുണ്ട് എന്നതിനെ പറ്റി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, മാർവലിൽ റീസെന്റ് ആയി കണ്ട മൂവീസുകളിൽ വെച്ച് ഡിഫറെന്റ് മൂവിയാണ് ഇത്. ചിലരൊക്കെ അടിച്ചു പറയുന്നത് മാർവലിലെ സൂയിസൈഡ് സ്ക്വാഡ് എന്നൊക്കെയാണ്. ബട്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഈ പടത്തിലെ ആന്റി ഹീറോസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവരൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് എത്തിയതെന്നൊക്കെ. ഈ പടത്തിൽ വലിയ ഹൈപ്പും ബോഫായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഐ എം സാറ്റിസ്ഫൈഡ്. ഇതിലെ ക്യാരക്ടർ ഡെവലപ്മെന്റ്സും ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രിയും എല്ലാം തന്നെ സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് തന്നെ പറയാം. ഇത് അവഞ്ചേഴ്സ് പോലെയല്ല എങ്കിൽ പോലും സൂപ്പർ മൂവി, കൊള്ളാം, നല്ല മൂവിയാണ്. പിന്നെ ഇതിലെ സ്ക്രിപ്റ്റ് ആയാലും BGM ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എന്താ പറയുക, മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുക തന്നെയാണ് എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ഒരു സിമ്പിൾ സ്റ്റോറിയാണ് എങ്കിൽ പോലും ഇതിലെ മേക്കിങ്ങും സ്ക്രിപ്റ്റും ഈ മൂവി മികച്ചതാക്കി എന്ന് തന്നെ പറയാം. ഇനിയും പറയേണ്ടത് ഇതിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റിയാണ്. ഇതിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ കണ്ടാൽ അറിയാം മാർവലിലെ മൾട്ടിവേഴ്സ് സാഗയുടെ ആരംഭം എന്ന് തന്നെ പറയാം. നമ്മൾ മുമ്പ് പല മാർവൽ മൂവീസ് കണ്ടിട്ടുണ്ട്. ഒന്ന് കൊള്ളാം, മറ്റേത് കൊള്ളത്തില്ല, പിന്നെ കൊള്ളാം, മറ്റേത് കൊള്ളത്തില്ല, ഇങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് അതിനൊക്കെ തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിയാണ് തണ്ടർ ബോൾട്സ്, ഈ മാർവലിലെ മികച്ച മൂവീസുകളിലൊന്ന്. സോ നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ബൈ.